ശരി, ഇപ്പോൾ ശ്രീ പി ജെ വിൻസെന്റ് നമുക്കൊപ്പം ടെലിഫോണിലുണ്ട്. ശ്രീ വിൻസെന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് രാജ്യം യുദ്ധമുനമ്പിൽ തന്നെ നിൽക്കുമ്പോൾ സമാധാനത്തിന്റെ പാതയിലേക്ക് വരുന്നു. അത് വളരെ പെട്ടെന്ന് അതിലേക്ക് വരുന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ആരെ സംബന്ധിച്ചും എങ്ങനെയായിരിക്കാം ഇങ്ങനൊരു തീരുമാനം പ്രാബല്യത്തിൽ വന്നത്? ഇതിന്റെ മറ്റു വശങ്ങൾ എങ്ങനെ കാണും? യഥാർത്ഥത്തില് പഹൽഗാം ഇൻസിഡന്റ് സംഭവത്തിന് ശേഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 3 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഒന്ന്, അത് കഴിഞ്ഞ ഒരു 3 ദശാബ്ദക്കാലമായി തുടർന്നു വരുന്ന ആന്റി ടെററിസം ഓപ്പറേഷൻസ് അത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുക. 2, പഹൽഗാം സംഭവത്തിന് ഉചിതമായ തിരിച്ചടി നൽകുക, അതാണ് റിട്ടാലിയേഷൻ. 3ാമത്, സ്വാഭാവികമായിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കൗണ്ടർ റിട്ടാലിയേഷൻ ഉണ്ടായാൽ അതിനെ ശക്തമായി ചെറുക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുക. അപ്പൊ അതില് വളരെ പ്രിസൈസ് ആയിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ ഏറ്റവും സിവിലൈസ്ഡ് ആയിട്ട് നടപ്പാക്കി. സൈനിക കേന്ദ്രങ്ങളെയോ സിവിലിയൻസിനെയോ അറ്റാക്ക് ചെയ്യാതെ തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തു. അതിനുശേഷം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് യഥാർത്ഥത്തിൽ സിവിലിയൻ കേന്ദ്രങ്ങളെയും ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ച് നിരന്തരമായ മോർട്ടാർ ആക്രമണം, ഷെല്ലിങ്, വെടി, അതിർത്തിയിലുടനീളം ക്രോസ് ബോർഡർ ഫയറിംഗ്, ഇതൊക്കെയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. സിയാച്ചിൻ മഞ്ഞുമലയിൽ തുടങ്ങി, സിയാച്ചിൻ ഗ്ലേഷ്യറിൽ തുടങ്ങി കച്ച് വരെ നീളുന്ന 3100 കിലോമീറ്ററോളം വരുന്ന ഇന്ത്യയുടെ ഇന്റർനാഷണൽ ബോർഡറിലും ലൈൻ ഓഫ് കൺട്രോളിലും ഉടനീളം ഒരു യുദ്ധഭൂമിയാക്കി, അപ്രഖ്യാപിത യുദ്ധഭൂമിയാക്കി പാകിസ്ഥാൻ മാറ്റി. പക്ഷെ അവിടെയെല്ലാം പാകിസ്ഥാൻ അമ്പയെ പരാജയപ്പെട്ടു. അവർക്ക് ചില മൈനർ സ്കിർമിഷസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധവും അതിനെ തുടർന്നുണ്ടായ ചെറിയ തിരിച്ചടിയിൽ പോലും പാകിസ്ഥാന് വിറച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇതൊക്കെയാണെങ്കിലും ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാൻ സാധിക്കില്ല. പാകിസ്ഥാനും ഓപ്പറേഷനാണ് നടത്തിയത് ഇന്ത്യക്കെതിരായിട്ട്. ഇന്ത്യയും പാകിസ്ഥാനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ ആണ് നമ്മളും നടത്തിയത്. രണ്ടും ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള പരിമിതമായ സൈനിക നടപടി മാത്രമാണ്. അത് ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് പോകാതിരിക്കട്ടെ എന്നാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും, ഇന്ത്യയിലും പാകിസ്ഥാനും വിവേകമുള്ള സകല മനുഷ്യരും ആഗ്രഹിച്ചത്. പാകിസ്ഥാനിലുള്ള കുറച്ച് ബ്രെയിൻ ജ്യൂസ് ആയി പോയിട്ടുള്ള മതവർഗീയ ഭീകരവാദികളുണ്ട്. അവരെന്നും യുദ്ധവും കൊലയും ചോരയും മാത്രം ആഗ്രഹിക്കുന്നവരാണ്. അത്തരം വരുന്ന ഒരു മൈക്രോ മൈനോറിറ്റി ഒഴികെ യുദ്ധം അവസാനിക്കണമെന്ന് ആഗ്രഹിച്ചു. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ എന്തും, അല്ലെങ്കിൽ എന്താണ് സൈന്യമാണെങ്കിലും സർക്കാരാണെങ്കിലും തമ്മിലൊരു കൃത്യമായൊരു അല്ലെങ്കിൽ ഒരു കൾച്ചേർഡായ ഒരു പ്രവർത്തനങ്ങളോ നടപടികളോ പ്രതീക്ഷിക്കാൻ പറ്റില്ലാത്ത ഒരു സംവിധാനമാണ്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തു. അവരുടെ റാവൽപിണ്ടി അടക്കം, അവരുടെ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിലടക്കം വലിയ ആഘാതം നമ്മൾ ഉണ്ടാക്കി. പാകിസ്ഥാൻ ഈ അണുബോംബ് എന്ന് പറയുന്ന അവരുടെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത്, അത് പാകിസ്ഥാൻ നേതാക്കളടക്കം എത്രത്തോളം അപക്വമായാണ് പെരുമാറുന്നതെന്ന് ലോകത്തെ നമ്മൾ ബോധ്യപ്പെടുത്തി. ഒപ്പം തന്നെ അവരുടെ ഒരു സാധാരണക്കാരെയും പോറലേൽപ്പിക്കാതെ അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങളെയും, പിന്നെ പാകിസ്ഥാൻ നമ്മളോട് പോരാടാൻ വന്നപ്പോൾ അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചു. അപ്പോൾ അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങൾ അത്രയും ഇന്ത്യ പാകിസ്ഥാന് കൃത്യമായ അതിശക്തമായ മറുപടിയാണ് കൊടുത്തത്. അതായത് സമാധാനത്തിന്റെ പാതയിലേക്ക് വന്നേ കഴിയൂ, ഇനി ഈ പരിപാടികൾ ആവർത്തിക്കരുത് എന്ന വളരെ കൃത്യമായ മറുപടിയുടെ ഫലം കൂടിയാണല്ലോ ഈ സമാധാനത്തിലുള്ള പാകിസ്ഥാന്റെ ആദ്യ വിളി. തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് 3ാമത്തെ കാര്യം. ഒന്നാമത്തത്, നയതന്ത്ര, സാമ്പത്തിക, രാഷ്ട്രീയ മേഖലയിൽ കനത്ത തിരിച്ചടി കൊടുക്കുക പാകിസ്ഥാന്. അത് ഇൻഡസ് വാട്ടർ ട്രീറ്റി കെറ്റിംഗ് അബിയൻസ് മാറ്റിവെച്ചതിലൂടെയും നിരവധിയായ മറ്റ് ബന്ധങ്ങൾ പൂർണ്ണമായി വിച്ഛേദിക്കുന്നതിലൂടെയും സംഭവിച്ചു. 2ാമത്തത്, സൈനിക നടപടി. ഇതുവരെ ഇന്ത്യ പ്രയോഗിക്കാത്ത മൂന്നാമത്തെ ഫ്രണ്ട് അതിശക്തമായി തുറക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അതിൽ ഇന്ത്യയുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഇന്ത്യ സൈനിക നടപടി ആരംഭിച്ച നിമിഷം മുതൽ ഖൈബർ പഖ്തൂൺഖ്വ പ്രൊവിൻസസിലും അതുപോലെ ബലൂചിസ്ഥാനിലും യുദ്ധസമാനമായ സാഹചര്യമുണ്ടായി. പാകിസ്ഥാന് ഒരു കോർ സൈനികരെ പൂർണ്ണമായിട്ട് ബലൂചിസ്ഥാനിലേക്കും ഖൈബർ പഖ്തൂൺഖ്വ പഴയ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസിലേക്ക് നീക്കേണ്ട വന്നു. അവരെ ചവിട്ടി നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായി. ഇന്ത്യക്കെതിരെ അവർക്ക് യുദ്ധം ചെയ്യണമെങ്കിൽ കിഴക്കൻ ഫ്രണ്ടിലേക്ക് വരണം. കിഴക്കൻ ഫ്രണ്ടിലേക്ക് സൈന്യം നീങ്ങുമ്പോഴേക്കും അവരുടെ പടിഞ്ഞാറൻ ഫ്രണ്ട് യുദ്ധക്കളമായി മാറി. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ രാജ്യത്തിന് തിരിച്ചടി പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു തിരിച്ചടി പാകിസ്ഥാന്റെ ചരിത്രത്തിൽ യുദ്ധപര്യന്തം ഉണ്ടായിട്ടില്ല.
ആഭ്യന്തരമായിട്ട് അവർ വലിയ പ്രതിസന്ധി നേരിട്ടു. ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇനി അവർ ഇന്ത്യയിലേക്ക് കടന്നു കഴിഞ്ഞാൽ തിരിച്ചു പോലും പോകാൻ പറ്റാത്ത സാഹചര്യം. ബലൂചിസ്ഥാനിലടക്കം നടക്കുന്ന വലിയ വിഘടനവാദ ശ്രമങ്ങൾ അത് പാകിസ്ഥാനെ ആകെ ഉലച്ചിട്ടുണ്ട് എന്നതുകൂടിയാണ് ഈ മണിക്കൂറുകൾ അല്ലെങ്കിൽ 2-3 ദിവസം നീണ്ടുനിന്ന പോരാട്ടത്തിനൊടുവിൽ പാകിസ്ഥാൻ ആദ്യമേ ഇന്ത്യയെ വിളിച്ച് സമാധാനം വേണം എന്ന തീരുമാനം അറിയിക്കാനിടയായ സാഹചര്യം.